നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അതിന് നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അത് പിന്നെ നീ എനിക്കൊരു അത്ഭുതമാണ് മഞ്ചാടി. അല്ല, നിന്റെ ഈ റൊട്ടീനെ ഞാനൊക്കെ ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കൂ, അതും മുടി നനച്ച്. ഇല്ലെങ്കി ജസ്റ്റ് ഒന്ന് മേല് കഴുകും, അതും ബുദ്ധിമുട്ടി ഒരു നേരം. ഞാൻ കൊച്ചിലെ തൊട്ട് 2 നേരം കുളിച്ച് ശീലിച്ചതാ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ശരീരത്തിനും മനസ്സിനും ഒരു സുഖം ഉണ്ടാവില്ല. ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞത് നീ ഒരു റെയർ ആണെന്ന്. ഈ ചേച്ചിക്ക് ഇതെന്ത് പറ്റി? ദേഷ്യമൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ടല്ലോ. നീ എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നിന്നെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിച്ചു. അത് പക്ഷേ നീ ജീവൻ രാജിന്റെ പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പെണ്ണല്ല ചേച്ചി, പെങ്ങളാ. ആ, അതൊക്കെ ചിലർക്ക് സെയിമാ. പെങ്ങളെ പെണ്ണായും പെണ്ണിനെ പെങ്ങളായും കാണും. ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഒക്കെ വഴിയെ മനസ്സിലാവും. ഇല്ലെങ്കിൽ മനസ്സിലാക്കി തരാം. എന്തേ പോരെ? അയ്യോ, കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാൻ എങ്ങനെയാ വെറുതെ ഓരോന്ന് പറയും. നീ അതൊന്നും കാര്യാക്കണ്ട. ദാ കഴിക്ക്, സ്വീറ്റ്സാ. ഇന്ന് എന്റെ ബർത്ത്ഡേയാ. ഹാപ്പി ബർത്ത്ഡേ. ദാ ഒരെണ്ണം കഴിക്ക്. ദാ ഞാൻ എടുത്തു തരാം. ദാ അങ്ങോട്ട് കഴിച്ചേ. ആ ആ കഴിക്ക്. ദാ കഴിച്ചു. മിടുക്കി. കൊള്ളാലോ, സുന്ദരിയാണല്ലോ. ദാ മഞ്ചാടി, ഇതൂടി കഴിക്ക്. കഴിക്ക്. എന്താ മോളെ? പായസം അച്ഛാ. പായസം? രഘുവേട്ടൻ വരുന്നതിന്റെ സന്തോഷത്തില് ചേച്ചി ഉണ്ടാക്കിയതാ അച്ഛാ. നന്നായി. നിങ്ങളുടെ ഒക്കെ മുഖത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ സന്തോഷം കാണുന്നത്. അത് ശരിയച്ചാ. എത്രയോ ദിവസങ്ങൾ കൂടിയാ ഞാൻ മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കുന്നത് തന്നെ. അതെ അച്ഛാ, ഓരോ പ്രശ്നങ്ങൾ കാരണം മനസ്സിനൊരു സമാധാനമില്ലായിരുന്നു. ഇപ്പൊ രഘുവേട്ടൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞപ്പോ നമ്മുടെ വീട്ടില് പഴയ സന്തോഷം തിരിച്ചു വന്ന പോലെ. ആരെയും ഭഗവാൻ അതിനാള് കഷ്ടപ്പെടുത്തില്ല മക്കളെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ധൈര്യമായിട്ടിരിക്കേ.
നമ്മുടെ എല്ലാ കഷ്ടകാലവും മാറും. രഘു തിരിച്ചു വരുന്നത് മാത്രമല്ല, അനുവിന്റെയും ചീരുവിന്റെയും പ്രശ്നങ്ങളെല്ലാം മാറും. എനിക്ക് ഉറപ്പാ. അതെ, എനിക്കിപ്പോ ആ വിശ്വാസം തോന്നുന്നുണ്ടച്ചാ. എല്ലാം മാറും മക്കളെ. ഇപ്പോ വലിയ വലിയ ബാധ്യതകളൊക്കെ കഴിഞ്ഞില്ലേ? ഉം. ഇനിയിപ്പോ പേടിക്കാനുള്ളത് ഞാൻ കൊടുത്ത 10 ലക്ഷത്തിന്റെ ചെക്കാ. ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്താനു നീ പറ. സത്യം പറഞ്ഞപ്പോഴാ എനിക്ക് ഇങ്ങനൊരു കാര്യം ഓർമ്മ വന്നത്. നീ എന്താന്ന് വെച്ച കാര്യം പറയാനു? തൽക്കാലം നമുക്ക് കനകരാജ് സാറിനോട് കുറച്ച് പണം ചോദിച്ചാലോ? സത്യം പറഞ്ഞത് ശരിയാണെങ്കിൽ സാറിന് നമ്മളെ സഹായിക്കാൻ താല്പര്യമുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ടാ എനിക്കും തോന്നുന്നത്. അത് ശരിയാകുമോ മക്കളെ? നമുക്ക് അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു സൗഹൃദത്തിന്റെ പേരിൽ പോലും അദ്ദേഹത്തെ വിളിക്കാറോ സംസാരിക്കാറോ ഒന്നുമില്ല നമ്മള്. അങ്ങനെയുള്ളപ്പോ പണത്തിനു വേണ്ടി മാത്രം നമ്മൾ അദ്ദേഹത്തോട് സഹായം ചോദിക്കാന്ന് വെച്ചാ അതിനെന്താ അച്ഛാ? നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ സഹായിക്കാൻ മനസ്സ് കാണിച്ച ഒരാളുടെ സഹായം സ്വീകരിക്കുന്നതില് തെറ്റൊന്നുമില്ല. അത് മാത്രമല്ല, അതുകൊണ്ട് നമ്മുടെ വീട് വിൽക്കാതിരിക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യമല്ലേ അച്ഛാ? അതെ അച്ഛാ, അതില് ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാള് നല്ല മനസ്സുകൊണ്ട് പറയുന്ന കാര്യമല്ലേ? ഞാൻ ഏതായാലും അദ്ദേഹത്തെ ഒന്ന് നേരിൽ പോയി കണ്ട് സംസാരിക്കാം. അതല്ലേ അതിന്റെ ഒരു ശരി. എന്നിട്ടൊരു തീരുമാനം എടുക്കാം. അതാ അതിന്റെ ശരി അച്ഛാ. അച്ഛന്റെ ഫോണും എടുത്തേ. ആ മഞ്ചാടി അച്ഛാ. അച്ഛാ, ഹലോ മോളെ. ഹലോ അച്ഛാ. ആ മോളെ, എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നം? ഇല്ല അച്ഛാ, ഒരു പ്രശ്നമില്ല. ആ സന്തോഷം ഒന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. ആൻമരി ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യം എല്ലാം മാറി. ചേച്ചി ഇപ്പൊ എന്നെ ഒരു അനിയത്തി പോലെ കാണുന്നത്. ആണോ? സന്തോഷായി മോളെ. നിന്റെ പഠനത്തെ കുറിച്ച് ഓർത്ത് അച്ഛന് ടെൻഷനായിരുന്നു. ഇനി അച്ഛന് ഒരു പേടിയും വേണ്ട. ചേച്ചി ഇത്രയും നല്ല ആളാണെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായ. ഇനി നീ എന്നെ വാനോളം പുകഴ്ത്തും. അതിനുള്ള മരുന്ന നിന്റെ വയറ്റിൽ ചെന്നത്. അത് മതി. ഇവിടെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. രഘു ഇന്നിങ്ങോട്ട് തിരിച്ചു വരും. ആണോ? ഭാഗ്യം. നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈശ്വരൻ കണ്ടല്ലോ. അതെ മോളെ, നീ ഇനി ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ബാക്കി എല്ലാം ശരിയായിക്കൊള്ളും. പിന്നെ ആ കുട്ടിയോടെ അച്ഛന്റെ അന്വേഷണം പറഞ്ഞേക്ക്. പറയാ അച്ഛാ. ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേയാ. എനിക്ക് സ്വീറ്റ്സ് ഒക്കെ തന്നു. ആഹാ,